ഹലോ, നമുക്കിന്നൊരു മുട്ടത്താളി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ചെമ്പരത്തിയുടെ ഇലയും പൂവും എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പൂവ് എത്ര ക്വാണ്ടിറ്റി കിട്ടുന്നോ അത്ര യൂസ് ചെയ്യാം. എനിക്കിപ്പോൾ ഒരു 4-5 പൂവൊക്കെ കിട്ടിയിട്ടുള്ളൂ. ഞാൻ അതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-25ഓളം ഇലയും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള അളവിൽ ഇല പൂവൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. അതിനുശേഷം അത് നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയതിന് ശേഷം ഒരു മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇല നന്നായി വൃത്തിയാക്കണം. പൂവ് അതിൻ്റെ എന്താ പറയുക, താഴെയുള്ള ഒരു പച്ച കളറും പിന്നെ മഞ്ഞ ഒരു ഇതുണ്ടാവുമല്ലോ, അത് ഇതളുകൾ മാത്രം എടുത്താൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി താളി വേണോ അതിനനുസരിച്ച് വെള്ളം യൂസ് ചെയ്യുക. കഞ്ഞിവെള്ളം യൂസ് ചെയ്യണമെങ്കിൽ കഞ്ഞിവെള്ളം യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മളത് അരിച്ചെടുക്കുന്നുണ്ട്. താളി യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും അരിച്ച് എടുക്കണം. അതിനുശേഷം അതിലോട്ട് ഒരു എഗ്ഗിൻ്റെ വൈറ്റാണ് യൂസ് ചെയ്യുന്നത്. എഗ്ഗ് വൈറ്റ് നിങ്ങൾക്ക് എഗ്ഗ് മൊത്തം വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ സ്മെല്ല് വരുന്ന കാരണമാണ് ഞാൻ എഗ്ഗ് വൈറ്റ് മാത്രം ആക്കിയത്. എന്നിട്ട് നമ്മളതിൻ്റെ എഗ്ഗ് വൈറ്റ് എടുത്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നന്നായി താളിയും ആ എഗ്ഗ് വൈറ്റും നന്നായിട്ട് മിക്സ് ആവണം. മിക്സ് ആയതിന് ശേഷം ഞാൻ ഓൾറെഡി തലയിൽ എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഡീപ്പ് ഓയിലിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. മസാജ് ചെയ്ത് കെട്ടിവെച്ച ആ ഹെയറിലോട്ടാണ് നമ്മൾ ഈ താളി യൂസ് ചെയ്യുന്നത്. എപ്പോഴും താളി ഡ്രൈ ആക്കും നമ്മുടെ ഹെയറിന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എണ്ണ യൂസ് ചെയ്തതിന് ശേഷം വേണം താളി യൂസ് ചെയ്യുമ്പോൾ എന്തായാലും എണ്ണ മസ്റ്റായിട്ടും യൂസ് ചെയ്യണം, അല്ലെങ്കിൽ മുടി ഡ്രൈ ആയിട്ട് പൊട്ടിക്കും. അങ്ങനെ പാർട്ടായിട്ട് നമ്മൾ താളി തേച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ജെൻറ്റിൽ മസാജ് കൊടുത്ത് മുടി കെട്ടിവെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് ബാലൻസ് ഉണ്ടായത് ഞാൻ നെറ്റ് കയറിയ ഭാഗത്തൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വീക്കലി ട്വൈസൊക്കെ ഇങ്ങനെ പ്രോട്ടീൻ ഒരു എഗ്ഗൊക്കെ എടുത്ത് ഒരു പ്രോട്ടീൻ പാക്ക് ഹെയറിൽ ചെയ്യേണ്ടത് നല്ലതാണ്. അതിനുശേഷം ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ അതിൽ കൂടുതൽ വെക്കേണ്ട. നിങ്ങൾക്ക് വയ്യായികയൊക്കെ വരുന്നുണ്ടെങ്കിൽ, തണവ് പറ്റില്ല എന്നുണ്ടെങ്കിൽ വേഗം തന്നെ കഴുകിക്കളഞ്ഞോളൂ. നോർമൽ വെള്ളത്തിൽ വാഷ് ഓഫ് ചെയ്ത് കളയുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചാ.